ക്രഷ് രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മാസ്റ്റർ വിഷ്ണു പിന്നീട് തിരികെ വന്ന് അവന്റെ 26-ാമത്തെ വയസ്സിലാണ്. അന്ന് ഏക കോളേജിൽ പഠിക്കുകയാണ്. അവൻ വന്നതേ ഒരു 1.5 വരവിലാണ്. പഴയ ഉണ്ട തക്കിയുടെ ചെക്കിൽ നിന്നും വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അത്. 6 പാക്ക് ബോഡിയും കട്ട മസിലും കട്ടത്താടിയും മീശയും നീട്ടി വളർത്തിയ ചെമ്പൻമുടി പുറകിൽ മാൻപൺ ചെയ്ത് വെച്ച് വല്ലാത്തൊരു പൊളി ലുക്ക്. ആദ്യ പടം തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. തിരിച്ചുവരവിൽ ഒറ്റ സിനിമ കയറി കൊളുത്തിയത് സെക്കൻഡ് ആ ലുക്കിൽ തന്നെയായിരുന്നു. പെൺഹൃദയങ്ങളുടെ ചങ്കിൽ തറഞ്ഞേറിയവന്റെ ആ പുതിയ രൂപം പോലെ തന്നെ അവന്റെ പേരും വൻ ഹിറ്റായി മാറി. വൈര്യൻ രുദ്രദേവ് വർമ്മ. ഇന്റർവ്യൂകളിൽ ആ ചോദ്യം ഉയർന്നു, പേരിൽ വന്ന മാറ്റം എന്തുകൊണ്ടെന്നുള്ളത്. വൈര്യൻ വല്ലാതൊരു വെറൈറ്റി നെയിമാണല്ലോ സർ. വിഷ്ണു എന്ന പേരിന് ആവർത്തന വിരസതയുള്ളതുകൊണ്ടാണോ താങ്കൾ പുതിയ പേര് ചൂസ് ചെയ്ത്? കാലുമേൽ കാൽ കയറ്റി വെച്ച് കൗശിലേരി കൈകൾ നീട്ടിവെച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന അതീവ ഗൗരവക്കാരനായ സുന്ദര പുരുഷനെ നോക്കി ലേഡി ആങ്കർ ചോദിക്കുമ്പോൾ വൈര്യൻ അവളുടെ കണ്ണുകളിൽ നോക്കി അതിന് മറുപടി പറഞ്ഞു. വിഷ്ണു എന്ന എന്റെ പെൺനെയിമായിരുന്നു. വൈര്യൻ രുദ്രദേവ് വർമ്മ. ദാറ്റ്സ് മൈ ലീഗൽ നെയിം. ഐ വുഡ് ലൈക്ക് ടു ബി നോൺ ബൈ ദിസ് നെയിം. അവന്റെ ആ വാക്കിൽ ഇപ്പോഴും കാതിൽ കേൾക്കുന്ന പോലെ തോന്നിയ നിമിഷം ഏകയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഏകയുടെയും മാസ്റ്റർ വിഷ്ണുവിന്റെയും ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ ഋതുവാതിരയും ചേർന്ന് വരനോട് പറയുമ്പോൾ ഏക അവന്റെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടന്നു. എന്തായാലും നിങ്ങളുടെ MD-യോട് പറയാൻ കൃത്യമായിട്ടുള്ള റീസൺ ഏകക്കുണ്ടല്ലോ. ആക്ടർ വൈനുമായിട്ട് വേണമെങ്കിൽ ഒരു കൂടിക്കാഴ്ചക്കിനെ ആവാം. ചുമ്മാ ഒരു സോറി പറച്ചിലിന്റെ പേരിൽ സ്വന്തം ക്രഷിനെ ഒന്ന് നേരിക്കാണാൻ അവസരം കിട്ടിയാൽ നല്ലതല്ലേ? ചിരിയോടെ വരണ ഏകയെ നോക്കി പറയുമ്പോൾ ആതിരക്കങ്ങ് ചൊറിഞ്ഞു കയറി. എന്ത് സോറി? അയാളുടെ ആ മാനേജർ പറഞ്ഞ അയാളോട് എന്ത് ചെയ്യാൻ പഠിക്കാത്ത ആ സാറ് ഇനി വൈര്യനാണെന്ന് ആർക്കറിയാം? സിനിമയിലെ ഒരു മുഖം റിയൽ ലൈഫിൽ മറ്റൊരു മുഖമാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന അയാളുടെ ഫാമിലി കാര്യം അടിച്ച് പോരാത്തിന് ഇവിടെ വക വീട്ടുകാരെ ചേർത്ത് പൊളിച്ച കുറെ ഡയലോഗുകളും. അതിനിടയിൽ നീ എന്റെ ക്രഷാണെന്ന് കൂടി ഇവിടെ പോയി പറഞ്ഞാ അവൻ പൊട്ടനൊന്നല്ല, അതൊക്കെ വിശ്വസിക്കാൻ. അവനെ മയക്കെടുക്കാനുള്ള പെൺബുദ്ധിയാണെന്ന് അവൻ കരുതൂ. ഏയ് ഇവൾക്ക് വെറും വാക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന് ചെസ്റ്റിൽ അവന്റെ മുഖം ആസ്ഥാനത്ത് അവന്റെ പേരും ടാറ്റു ചെയ്ത് നടക്കുന്ന ഇവൾക്ക് അവനെ വിശ്വസിപ്പിക്കാനാണോ പ്രയാസം? അങ്ങോട്ട് കാട്ടിക്കൊടുത്താ പോരെ. ഋതു ഉറക്കി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഏകയുടെ കണ്ണുകൾ മിഴിഞ്ഞു. നിന്നെ ഇതൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഏക ഋതുവിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വരണമെന്ന് പുഞ്ചിരിച്ചു. ഇറ്റ്സ് ഓക്കെ ഏക. സത്യം പറഞ്ഞ തനിയൊരു ക്രഷ് ഉണ്ടെന്ന് ഋതു പറഞ്ഞ് എനിക്കറിയായിരുന്നു. പക്ഷെ അത് ആക്ടർ വൈരനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ താനാണ് ആ കൊച്ചുകുട്ടിയല്ലേ പണ്ടെന്ന് നടന്നൊരു സംഭവം? അയാളതൊക്കെ ഓർക്കുന്നുകൂടി ഉണ്ടാവില്ല. നിങ്ങളെന്തിനാ അവന്റെ പേര് പറഞ്ഞ് പരസ്പരം തല്ലുപിടിക്കുന്നത്? പിന്നെ ടാറ്റു ചെയ്യുന്നെന്താ അത്രയും വലിയ തെറ്റാണോ? വരുൺ കേട്ടതിൽ ഏകയ്ക്ക് നാണക്കേടുണ്ടായി കാണുന്ന ചിന്തയിലാണ് വരുൺ അത്രയും പറഞ്ഞുകൊണ്ട് ഏകയെ കൂടുതൽ കംഫർട്ടബിൾ ആക്കിയത്. പക്ഷേ ഋതു വീണ്ടും അതിൽ കിടന്ന് തൂങ്ങി. പിന്നെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ സിനിമ തന്റെ പേര് ടാറ്റ് ചെയ്ത് വെക്കുന്ന നല്ല കാര്യമാണല്ലോ. ചെയ്തു കൊടുത്തൊരു പെണ്ണ് തന്നെയാ. എങ്കിലും ഇവളെ കെട്ടുന്നവനങ്ങനെ കണ്ട അതോടെ കഴിയും ഇവളുടെ ജീവിതം. കോഞ്ഞാട്ട വിത്ത് ഡിവോഴ്സ്. കയ്യൊക്കെ ഉയർത്തി വലിയ ആക്ഷനൊക്കെ ഇട്ടുകൊണ്ട് ഋതു പറയുമ്പോൾ ഏക അലറി. സ്റ്റോപ്പ് ഇറ്റ് ഋതു, നിനക്ക് പോതല്ലേ? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? വയറിന്റെ താഴ്ഭാഗം എങ്ങനെയാ ആസ്ഥാനാവുന്നേ? വരുൺ കേൾക്കുന്നത് ഏകക്ക് അപമാനമായി തോന്നിയിരുന്നു. വിളിച്ചു പറഞ്ഞ അതിര് കടന്നു എന്ന് ഋതുവിനും തോന്നി. ഗായ്സ് സ്റ്റോപ്പ് ഇറ്റ്. ഋതു, നീ ഇപ്പം പറഞ്ഞ തെറ്റ് തന്നെയാ. കാര്യം ഞാൻ നിന്റെ ലവർ തന്നെയാ എന്ന് കരുതി എന്റെ മുമ്പിൽ വെച്ച് ഏകയുടെ സീക്രട്ട് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പോയി പറയാൻ പാടില്ലായിരുന്നു. ഏക, ഡോണ്ട് ബി ഫീൽ ബാഡ്, ഓക്കെ? എന്നെ ഒരു പ്രതായി കണ്ടാൽ മതി കേട്ടോ, ഓക്കെ? ദെൻ എന്തായാലും നിങ്ങൾ ഓഫീസിലേക്ക് വിട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. സോ രാത്രി പുതിയ ഏടാകൂടങ്ങൾ പോയി ചാടരുത്. രക്ഷിക്കാൻ ഞാൻ ഉണ്ടാവില്ല. അപ്പോ ബൈ ഗൈസ്. വരുൺ പോയതും ഏക എല്ലാവരെയും തുറച്ചു നോക്കി. നീ നോക്കണ്ട, നമുക്ക് ആ പെൺപിള്ളേരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാം. അല്ലാതെ ആ വൈരിനെ കാണാൻ നിന്നാലേ അത് ശരിയാവില്ല. ഫാൻ മീറ്റപ്പ് എന്ന പേരിൽ ഒരു ചടങ്ങുണ്ട്, അറിയാലോ? പല നടിമാരുടെയും ഗാർഡ്സായിട്ട് സേവനം അനുഷ്ഠിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ അതെന്താന്ന്. ഇഷ്ടം നടനെയും നടിയൊക്കെ കാണാനുള്ള ഫാൻസിന്റെ അവസരം. TV-യിൽ കാണുന്നല്ല, പേഴ്സണലായിട്ട് ഓരോരോ പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ ഇവരെ കാണാൻ വരുന്നത് നമ്മൾ തന്നെ എത്ര തവണ നോക്കി നിന്നിട്ടുണ്ട്. ഗാർഡ്സ് എന്നതിൽ പുറകിൽ പോയി കണ്ണും പൂട്ടി തന്നെ ഇല്ലേ? വെറുതെ കൈയും കൊടുത്ത് അക്കിയത് പിരികയാണോ? കിടപ്പറയിലേക്ക് പോകാൻ സ്വമേധയെ തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെയൊന്നല്ല, എങ്കിലും സിനിമാ ഫീൽഡിലുള്ള ചിലരെ ഡീൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് MD ദേവസാറിനെ സംസാരിച്ച ശേഷം ആ 2 പെൺകുട്ടികൾ കാണാനുള്ള വഴി നോക്കാം. ആദ്യം അതും പറഞ്ഞ് മുറിവിട്ടിറങ്ങിയതും അവൾ പോയ വഴിയെ നോക്കി ഏക പല്ല് കടിച്ചു. നീ വിഷമിക്കേണ്ട. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഇതൊക്കെ തന്നെയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പെണ്ണിനെ കിടപ്പറയിൽ ക്ഷണിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നവരാ ഭൂരിഭാഗം പുരുഷന്മാരും. പെണ്ണുങ്ങളൊട്ടും മോശമല്ല എന്നിരുത്തി എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ആതിരെ പറഞ്ഞ്. ഫിലിം ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഒരു പേടി. വൈര്യനെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. നിന്റെ ക്രഷിനെ കുറ്റം പറഞ്ഞാൽ തോന്നൽ വേണ്ട നിനക്ക്. അതുകൊണ്ട് ആ പെൺപിള്ളേരെ പോയി കണ്ട് കാല് വീണ്ടായാലും ശരി, ജോലി പോകാൻ നമുക്ക് നോക്കാം. അതിലെ എൻ്റെ ശരി. ഋതു ഏകയെ സമാധാനിപ്പിച്ചു. എന്നിരുത്തി ആരെങ്കിലും ബെഡ്റൂമിലേക്ക് ക്ഷണിച്ചാൽ നമ്മളെന്താ പോവോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ അമ്മാതിരി വർത്തമാനമായിട്ട് അവൾ പോയത്? നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആണിനെ മീറ്റ് ചെയ്താലും പെണ്ണിനെ മീറ്റ് ചെയ്താലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഏകയും വിട്ടുകൊടുത്തില്ല.
ഓ, അപ്പൊ മാഡത്തിന് സിനിമ തന്നെ നേരിൽ കാണുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. ഋതു അവളെ കളിയാക്കി. ഒന്ന് പോയി ഋതു, നീ നമുക്ക് വേഗം പോവാം, നീ വന്നേ. പെൺപുലികൾ വേഗം തന്നെ തയ്യാറായി ഓഫീസിലേക്ക് പുറപ്പെടുമ്പോൾ ഐഷുവിനെ വീടിനുള്ളിലാക്കി കഥ കൂട്ടി ചാവിയെടുത്ത് തിരിഞ്ഞ ഏക ഒരു നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം അവളെ ഒപ്പം കൂട്ടി. ഓഫീസിലേക്ക് പോകുമ്പോഴത്രയും ഏകയുടെ മനസ്സിനെ പലവിധ ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്നു. ജോലി പോയാൽ നാട്ടിലേക്ക് തിരികെ പോവേണ്ടി വരും. ചെറിയമ്മയുടെ കുത്തുവാക്കുകൾ സഹിക്കണം. അവരോട് വഴക്കിയിട്ട് പട്ടിണി കിടക്കണം. അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിസ്സഹായായി നോക്കി നിൽക്കണം. കയ്യിൽ 10 പൈസ എടുക്കാനുണ്ടാവില്ലെങ്കിൽ നിലത്ത് വളരുന്ന പുല്ലിന്റെ വില പോലും തനിക്ക് ആ വീട്ടിൽ കിട്ടില്ല. പിന്നെ ഐഷു വീണ്ടും ആ പയ്യനായിട്ട് ബന്ധം തുടരും. പഴയ പോലെ ലഹരി ഉപയോഗം തുടരും. സ്വന്തം അമ്മയ്ക്കില്ലാത്ത ആവലായി തനിക്ക് ഐഷിനെ ഓർത്തുണ്ടെന്ന് ഏകക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് അവളെ തന്റെ ഒപ്പം കൂടാൻ ചെറിയമ്മ നിർബന്ധിച്ചത്. അവൾക്ക് ആകെയുള്ള ആൺതരിയെ നോക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. തന്റെ കൂടെ നിൽക്കുമ്പോൾ ഐഷുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടൊക്കെയാണ് പബ്ബിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. ട്രാൻസ് ടവർ എന്ന പേരുള്ള 20 നിലകളുള്ള കെട്ടിടത്തിന് മുമ്പിൽ ഓട്ടോയിൽ നിന്നിറങ്ങി മൂവർ അകത്തേക്ക് നടന്നു. 17-ാം നിലയിലാണ് തങ്ങളുടെ ഓഫീസ്. വാരിയർ സെക്യൂരിറ്റി ഗാർഡ്സ്. ബാംഗ്ലൂർ നഗരത്തിലെ പല ചടങ്ങുകൾക്കും വിശിഷ്ട വ്യക്തികളുടെ അടിമപ്പണിക്ക് പോയിട്ടുണ്ട് തങ്ങൾ. കൂടുതലും VIP സ്ത്രീകളുടെ കൂടെയാവും പോവുക. കാറിൽ കൂടെ സഞ്ചരിക്കണം. കാറിന്റെ ഡോർ തുറന്നു കൊടുക്കുന്ന മുതൽ ബാത്റൂം ഡോർ വരെ തുറക്കേണ്ടി വരും. പല രാത്രികളിലും അവരുടെ 1 നൈറ്റ് സ്റ്റാൻഡിന് റൂമിന് പുറത്ത് കാവൽ നിൽക്കണം. പുറകിൽ മിണ്ടാതെ കൈയും കെട്ടി നിൽക്കുന്നവർ യന്ത്രങ്ങളാണെന്ന പോലെയാണ് ചിലരുടെ പെരുമാറ്റം. ഫോൺ വഴിയുള്ള അശ്ലീല സംസാരങ്ങൾ, കാമുകന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒളിമറയില്ലാത്ത ചൂടൻ ചുംബനങ്ങൾ, എന്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പുറകിൽ കൈയും കെട്ടി നോക്കി നിൽക്കണം. തിരക്കുള്ള വേദികളിൽ ആൾക്കൂട്ടം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരാളുടെ കൈ പോലും ഗസ്റ്റിന് മേൽ പതിയാൻ പാടില്ല. അതിന്റെ ഫലമായി തങ്ങളുടെ ശരീരത്തിന് നേരെ വരുന്ന കൈകൾ കൂടി ചിലപ്പോൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. കിട്ടുന്ന ശമ്പളത്തിന് പട്ടിപ്പണിയെടുക്കുന്നതിന് മറയായി ഗാർഡ്സ് എന്ന പേരും. ലക്ഷറി ഓഫീസാണ്. നിരനിരയായി ഓപ്പൺ ക്യാബിനുകൾ. ദേവൻ സാറ് മലയാളി ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നാണ് സ്റ്റാഫുകൾ കൂടുതൽ. എങ്കിലും ഒട്ടുമിക്കവർക്കും കന്നഡ സംസാരിക്കാൻ അറിയാം. അത് പിന്നെ നമ്മൾ മലയാളികൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണല്ലോ. അഞ്ജലിയുടെ അച്ഛൻ ദേവൻ ഇവിടെ അധികം വരാറില്ല. കൂടുതൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് മാനേജർ മുകേഷാണ്. ഓഫീസ് ടൈം കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ സ്റ്റാഫുകൾ ആരും തന്നെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു മാനേജർ മുകേഷ് ഓടി വരുന്നത്. 45 വയസ്സോളം പ്രായമുണ്ട് മുകേഷിന്. കുറച്ച് കണ്ണീച്ചോറയുള്ളത് അയാൾക്ക് മാത്രമാണ്. എന്താ ലേറ്റായത്? നിങ്ങളെ കാത്ത ഒരു വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? മുകേഷ് ആവലാദിയോടെ മൂവരെയും നോക്കി പറഞ്ഞ ശേഷം പിന്നെ നോക്കിയത് പിന്നിൽ പുച്ഛമാരി നിൽക്കുന്ന ഐശ്വര്യയാണ്. ഈ കൊച്ചാണോ ഏകയുടെ പെങ്ങള്? ഏക അതേ എന്ന പോലെ തലയാട്ടി. എന്റെ കൊച്ചേ, നീ ഒറ്റൊരുത്തിയാണ് ഈ ഓഫീസിന് 3 മിടുക്കികളായ സ്റ്റാഫിനെ നഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു? പിന്നെ നിങ്ങളുടെ ജോലി പോകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. അല്ലാതെ എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല കേട്ടോ. അതെ ചേട്ടാ, എനിക്ക് വേണ്ടി പബ്ബിൽ കയറി തല്ലുപിടിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല എൻ്റെ പുറകെ CID പണിയും കൊണ്ട് വരാൻ. അങ്ങനെ വന്നിട്ടാ ഇപ്പൊ ജോലി പോകേണ്ട അവസ്ഥ വന്ന്. ഐഷു പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. വായടക്കടി, നീ കണ്ടിട്ടുണ്ടോ ഞാൻ തല്ലുപിടിക്കാൻ പോകുന്നത്? നാട്ടിലും ഇവിടെ ഞാൻ ആരെയും തല്ലിയൊന്നും നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഞാൻ കളരി പഠിച്ചതേ ആരെയും തല്ലി ചതക്കാൻ വേണ്ടിയല്ല. നിനക്കറിയോ അന്ന് പബ്ബിൽ വെച്ച് എന്താ ഉണ്ടായതെന്ന്? അറിയില്ലല്ലോ. പിന്നെ വായ കുത്തി മിണ്ടാണ്ടിരിക്കണം. ഏക ചൂണ്ടുവിരൽ ചുണ്ടിന് മുകളിൽ വെച്ച് ദേഷ്യത്തോടെ ഐശ്വര്യ നോക്കി പറഞ്ഞു. മതി മതി, നിങ്ങൾ ചേച്ചിയാൻ ചെത്തി ഇവിടെ കിടന്ന് ഇനിയുടെ സംസാരം വേണ്ട. മുകേഷ് അതും പറഞ്ഞുകൊണ്ട് ഐശ്വര്യനെ നോക്കി. കൊച്ചെ പറയുന്നുണ്ടൊന്നും തോന്നരുത്. 18 വയസ്സ് കഴിഞ്ഞ ആ പ്രായം എന്തിനുള്ള ഒരു ലൈസൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ആ സമയം നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നവരെല്ലാം നിങ്ങളുടെ കണ്ണിൽ തലനരച്ച വസന്തങ്ങളാ. ഒരു കാര്യം ഓർത്തു വെക്കാൻ നല്ലതാ, പ്രായവും പക്വതയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ പ്രായവും എക്സ്പീരിയൻസ് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്തെന്നാ പ്രായം കൂടിയവരിലും ചിലപ്പോൾ പക്വതോറുമായിരിക്കും. പക്ഷെ അനുഭവ സമ്പത്ത് പ്രായം കൂടുന്തോറും കൂടും. അതുകൊണ്ട് പ്രായത്തിന് മൂപ്പുള്ളവർ പറയുന്ന കേട്ട് അനുസരിക്കാൻ പഠിക്കാതെയും. 18 വയസ്സുള്ള ഒരു മോളുടെ അച്ഛനാ ഞാനും. അതുകൊണ്ട് പറഞ്ഞാ താൻ പോടും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഐഷു ചുറ്റും നോക്കിയിരുന്നു. മുകേഷിന്റെ പിറകെ ആ ഒരു MDയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. വാതിൽ നോക്കിയത് പെർമിഷൻ ലഭിച്ച എല്ലാവരും അകത്തേക്ക് കയറി. ക്യാബിനിൽ റിവോൾവിംഗ് ചെയറിൽ ദേഷ്യഭാവത്തിലിരിക്കുന്ന ദേവൻ. അയാളുടെ പുറകിലായി അയാളുടെ പേഴ്സണൽ സെക്രട്ടറി ആയ ഒരു പെൺകുട്ടിയും നിൽപ്പുണ്ട്. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് കോട്ടൺ പെൻസിൽ സ്കേർട്ടുമാണ് അവിടെ വേഷം. അയാളുടെ മുന്നിലെ ചെയറുകളായി ഇരിക്കുകയാണ് അഞ്ജലിയും വാമികയും. ഇരുവരും സ്ലീവ്ലെസ് ബനിയനും ഡെനിം ഷോർട്സുമാണ് വേഷം. ഏക ഒരു ദീർഘശ്വാസം എടുത്ത് എല്ലാവരെയും നോക്കി. കൊലക്കുറ്റം ചെയ്ത പ്രതികളെ പിടിച്ചുകൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന പോലെയുള്ള ഗൗരവത്തോടെ പെൺപിള്ളേരുടെ തലവരെ മുതൽ ബയോഡാറ്റ വരടങ്ങിയ കട്ടിയുള്ള ഫയൽ മുകേഷ് ദേവന്റെ മുമ്പിൽ ടേബിൾ കൊണ്ടുവന്ന് വെച്ചു. പിന്നിലേക്ക് തിരിഞ്ഞ് അഞ്ജലിയും വാമികയും 4 പേരെയും അടിമുടിയും നോക്കി. ഐശ്വര്യ ജീൻസും ബനിയനുമാണ് വേഷം. ഏകയും ഋതു ആതിരയും ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. ഇതിൽ ഏക മാത്രമാണ് ഷോൾ ഇരുവശത്തുമായി നിവർത്തിയിട്ടിരിക്കുന്നത്. ആതിരയ്ക്ക് ഋതുവിന് ചുരുണ്ട മുടിയാണ്. പക്ഷേ ഏകയുടെ തിങ്ങിഞ്ഞെരിങ്ങിയ കോലം മുടി ഭംഗിയിൽ എയർ കട്ട് ചെയ്ത് ഇരുവശങ്ങളിൽ നിന്ന് അല്പം മുടി വീതെടുത്ത് ചെറിയൊരു ക്രാബ് ഇട്ടിരിക്കുന്നു. അഞ്ജലി നോക്കിയത് ഏകയെ മാത്രമാണ്.
അന്ന് വർണ്ണ വെളിച്ചങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ ഏകയെ നല്ലപോലെ കണ്ടിരുന്നില്ലെന്ന് വേണം പറയാൻ. തൊട്ടാൽ ചോര പൊടിമാർ ആകമൊത്തൊരു ചുമന്ന നിറമാണ് പെണ്ണിന്. അധികം വണ്ണമില്ലെങ്കിലും ഉയരമുള്ള ശരീരവും കടഞ്ഞെടുത്ത പോലെയുള്ള ഉയർച്ച താഴ്ചകളുമെല്ലാം കാണേ അഞ്ജലിക്ക് ഏകയോടുണ്ടായിരുന്ന ദേഷ്യത്തിനപ്പുറം മനസ്സിൽ അസൂയയുടെ വിത്ത് കൂടി പാകി. ഒരു സിനിമാ താരത്തിന് വേണ്ടുന്ന ആകർഷണീയത ആവോളം അഞ്ജലിക്കുമുണ്ട്. പിന്നെന്തിനാണ് താൻ വെറും ഒരു സാധാരണക്കാരിയെ നോക്കി അസൂയപ്പെടുന്നതെന്ന് അഞ്ജലി ചിന്തിക്കാതിരുന്നില്ല. എങ്കിലും ഏകയിൽ നിന്ന് കണ്ണെടുക്കാനും കഴിയുന്നില്ല. ഏകയുടെ നെറ്റിയിലെ ചന്ദനക്കുറിയും കറുത്ത കുഞ്ഞുപൊട്ടും പീരികൾ തിങ്ങി ഞെരുങ്ങിയ കണ്ണിലെ കൺമഷിയും ഒക്കെ കാണേ അഞ്ജലിയും വാമികയും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് വിളിച്ചു, അയ്യേ ബഹൻജി ടൈപ്പ്. അടുത്ത നിമിഷം തന്നെ ദേവൻ സംസാരിക്കാൻ തുടങ്ങി. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഗാർഡ്സ് എന്ന അഹങ്കാരത്തില് നീയൊക്കെ ആ പേരും പറഞ്ഞ് ഗുണ്ടായിസാണല്ലേ പുറത്ത് കാണിക്കുന്നത്. എത്ര കാലം ഈ പരിപാടി തുടങ്ങിയിട്ട്? മലയാളികളെ ടാർഗറ്റ് ചെയ്ത് കവറേജ് കൈമുതലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണം. അങ്ങനെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടെങ്കിൽ പിന്നെ നിനക്കൊക്കെ ഇവിടുത്തെ പണിയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ തരുന്ന ശമ്പളത്തിന് പുറമെ കട്ടും പിടിച്ചു പറിച്ചും കുറെ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതുകൊണ്ട് മാത്രം അങ്ങ് ജീവിച്ചോളണം. ഉന്നം വെച്ചപ്പോ എന്റെ പിള്ളേരുടെ നേർക്കാണ് കളിക്കാനിറങ്ങിയെന്ന് നീയൊന്നും അറിഞ്ഞിരുന്നില്ലല്ലേ? മൂന്നുപേരെയും നോക്കി അതീവ ദേഷ്യത്തിൽ തന്നെ ദേവൻ പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത എന്തോ കേട്ട പോലെ അമ്പരന്ന് നിന്നുപോയി ഏകയും മാതിരിയും ഋതു. മൂവർക്കും പിറകിലായി മുഖം കുനിച്ച് നിന്നേയുള്ളൂ ഐഷു. തീർച്ചയായും തിരിച്ചു പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ് തങ്ങളുടെ MD വിളിച്ചു പറഞ്ഞ്. ഓഫീസ് ജോലികളിൽ വീഴ്ച വരുത്തുന്ന സ്റ്റാഫുകളെ കണ്ടുമുട്ടുന്ന ചീത്ത വിളിക്കുകയും വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും വരെ വിളിക്കുന്ന തങ്ങളുടെ MDയുടെ സ്വഭാവം അവർക്ക് അറിയാവുന്ന തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ കേട്ടതൊക്കെയും വെറും നിസ്സാരമെന്ന് വേണം പറയാൻ. നിന്റെയൊക്കെ നാവിറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, പിടിച്ചോറി മാത്രമേ ഉള്ളോ അതോ കൊട്ടേഷൻ്റെ അടുത്ത് ആൾക്കൊല്ലലുണ്ടോ? കള്ളും കഞ്ചാവൊക്കെ വലിച്ചു കയറ്റിയ മലയാളികളുടെ മാനങ്ങളെ ഇറങ്ങിക്കോളൂ ഓരോരുത്തികള്. മുകേഷ്, ഇവളുമാരുടെയൊക്കെ ടെർമിനേഷൻ പേപ്പേഴ്സ് റെഡിയാക്കിയോ? ദേവൻ അറിവിയത്തിലാണ് അവസാന വാചകം മുകേഷിനോട് ചോദിച്ച്. സർ, അത് പറയാനാ ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ള സാറ് ദയവ് ചെയ്തൊന്ന് കേൾക്കണം. മുകേഷ് അല്പം മുന്നോട്ട് വന്ന് അതീ വിനയത്തോടെ പറയുമ്പോൾ അയാൾ അടിമുടിയെ നോക്കി ദേവൻ. ഓ, അപ്പൊ തനിക്കും പറയാനുണ്ട്. ഇവൾമാർ ഏതു വിധത്തിലാ നിന്നെ സ്വാധീനിച്ച്? പണമായിട്ടോ പൊന്നായിട്ടോ വല്ലതും തന്നോ? അതോ മറ്റു പലതും പങ്കിട്ട് കിട്ടിയോ നിനക്ക്? എന്റെ പിള്ളേരിയിരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ പച്ചക്ക് ചോദിച്ചേനെ. ദേവന്റെ വാക്കുകൾ കേട്ട് മുകേഷിന്റെ മുഖം കുനിഞ്ഞു പോയി. തന്റെ മക്കളുടെ വീതം പ്രായമുള്ള പെൺകുട്ടികളാണ് തനിക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത്. അപമാനം കൊണ്ട് അയാൾ ചുട്ടുപൊള്ളുമ്പോഴും തന്റെ പുറകിൽ നിൽക്കുന്ന പെൺകുട്ടികൾ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് അല്പ ആശയക്കുഴപ്പത്തിലായി മുകേഷ്. പക്ഷെ ഏകയും കൂട്ടിനും അപ്പോഴും മൗനം പാലിച്ചു. പപ്പ, ഇവളാ ഈ ബാഞ്ചി ടൈപ്പ് പെണ്ണ എന്നെ തല്ലിയത്. പപ്പ പറയുമ്പോഴുള്ള കഴിവുകളൊന്നല്ല ഇവൾക്കൊക്കെ ഉള്ളു. ഇവള് വേറെ ടൈപ്പാ. പണവും പൊന്നൊന്നല്ല ഇവളുടെ ലക്ഷ്യം, അതിന്റെ ഉടമയാ. പണച്ചാക്കളായ പുരുഷന്മാരെ എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാ ഇവളുടെ തുക്കടാക്കി അങ്ങ് അവിടേക്ക് വന്ന്. എന്റെ വൈദ്യം തന്നെ ആയിരിക്കണം ഇവളുടെ ലക്ഷ്യം. ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഇവളെ. അഞ്ജലി പുച്ഛവും ദേഷ്യവും കലർന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വാമിക്ക് ഒരു ബുദ്ധി ഉദിച്ചു. അഞ്ജലിയുടെ ചെവികാരൻ്റെ വാമിക ആ ബുദ്ധി രഹസ്യമായി പറഞ്ഞു. അഞ്ജലി, എനിക്കൊരു ഐഡിയ. ഇവൾ അങ്ങനെ അങ്ങ് വിട്ടാലെങ്ങനെയാ? അന്ന് അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചാ ഇവൾ നമ്മെ പട്ടിയെ പോലെ തല്ലിയത്. പോരാത്തിന് നിന്റെ വിരലും പിടിച്ചൊടിച്ചു. ജോലിയിൽ നിന്ന് പിരിച്ചിട്ട് ഇവളൊക്കെ വേറെ ജോലി കയറും. നമ്മൾ ഷൂട്ടും കഴിഞ്ഞ് നാട്ടിലും പോകും. പക്ഷെ ഷൂട്ട് കഴിയും വരെ നമ്മുടെ പിന്നാലെ ഇവള് പട്ടിയെ പോലെ വാലാട്ടി നടക്കുന്നതെന്ന് ഓർത്തു നോക്കിയേ. വല്ലാത്തൊരു ആവേശമായിരുന്നു വാമിക്ക് അത് പറയുമ്പോൾ. പക്ഷെ പറഞ്ഞ ശേഷം അവൾ സ്വയം ചിന്തിച്ചു, ഛേ, ഞാൻ എന്ത് ദുഷ്ടയാ. ആ പോട്ടെ, നീ പറഞ്ഞു വരുന്ന എന്താ? അഞ്ജലി ഒന്നും മനസ്സിലാവാതെ വാമിയെ സംശയത്തോടെ നോക്കി. അത് പിന്നെ നിന്റെ പേഴ്സണൽ ബോഡി ഗാർഡ് ഇവളായ എങ്ങനെ ഇരിക്കും? അത്രയേ ഉള്ളൂ. ചുമ്മാ ചെറിയൊരു സ്വീറ്റ് റിവെഞ്ച്, അത്രയും മതി. അയ്യേ, ഈ പന്ന പയഞ്ചി മോളോ? എൻ്റെ കൂടെ ഇവളെ കണ്ട ആൾക്കാർ മൂക്കത്ത് വിരൽ വെക്കും. എൻ്റെ സ്റ്റാൻഡേർഡ് എവിടെ കിടക്കുന്നു, ഇവളെ എവിടെ കിടക്കുന്നു? അവിടെ ഒരു കോല് നോക്ക് നീ. ചന്ദനക്കുറി അവിടെ ഷോളും. പുച്ചിക്കും വിധം ആ ഓഫർ അഞ്ജലി തള്ളിക്കളഞ്ഞപ്പോൾ വാമിക അവളെ ഇരുത്തി നോക്കി. ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്നു. നിനക്കൊരു പൊടിക്ക് കുശുമ്പോ മൂത്ത പോലെ തോന്നുന്നുണ്ടേ. നിന്നെക്കാൾ ഗ്ലാമർ ഇവൾക്കുള്ളതുകൊണ്ടാണോ നീ അവളെ ബെഞ്ചി ടൈപ്പ് ചന്ദനക്കുറി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്? എന്തൊരു ഭംഗിയാ അവളെ കാണാൻ. നാട്ടിൻപുറത്ത് ഐശ്വര്യറായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. നടിയേക്കാൾ ഗ്ലാമറുള്ള ബോഡി ഗാർഡ്, അതല്ലേ നിന്റെ പ്രോബ്ലം? അഞ്ജലിയുടെ മനസ്സിലെരിയുന്ന കനലിലേക്ക് കുറച്ച് പെട്രോൾ ഒഴിച്ച് ആളി കത്തിച്ചു വാമിക. മതി ഗ്ലാമർ പോലും. അവളെക്കാൾ എന്തായാലും എനിക്ക് തന്നെയാ ഗ്ലാമർ. എനിക്കാരോടും അസൂയം കുശുമൊന്നുമില്ല. പിന്നെ അവളെങ്ങാനും എൻ്റെ ബോഡി ഗാർഡായ ചിലപ്പോൾ പകവീട്ടി ഞാൻ അവളെ കൊല്ലും. ആ ഒരൊറ്റ കാരണം കൊണ്ടാ. അല്ലാതെ എനിക്ക് അസൂയെന്ന മാത്രം ഒരു കോപ്പ് അവളിലില്ല. ഏകയുടെ ശബ്ദം കേട്ടാണ് ഇരുവരുടെയും രഹസ്യം പറിച്ച് നിലച്ചത്. ഏകദേവനോട് സംസാരിക്കുകയാണ്. സർ പ്ലീസ്, ഞാൻ കാരണം എല്ലാം ഉണ്ടായത്. ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരിക്കൽ മാത്രം സാറിനെ ഒന്ന് കേൾക്കണം. ആതിരിക്ക് ഋതുവിന് ഇതിലൊരു പങ്കുമില്ല. സത്യം, ഞാൻ പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന അവര്, അല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ സിസ്റ്റർ ഐശ്വര്യ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ. ഏക പറഞ്ഞു തുടങ്ങിയതും അവൾ കേൾക്കാനെന്ന വണ്ണം ദേവൻ ടേബിളിലേക്ക് കൈകൾ കടത്തി മുന്നിലേക്ക് ആഞ്ഞിരുന്നു. കുറ്റം പിടിക്കപ്പെടുമോ എന്ന ഭാവത്തിൽ അഞ്ജലിയും വാമിയെയും പരസ്പരം നോക്കി.
മുകേഷ് ധൈര്യമായി പറയാൻ ആംഗ്യം കാട്ടിയിട്ടാണ് ഏക പറഞ്ഞു തുടങ്ങിയത്. ഒപ്പം തങ്ങൾക്കൊരു അവസരം സംസാരിക്കാൻ വേണമെന്ന രീതിയിൽ ആതിരി ഋതു ഏക പറയുന്നത് ശരിവെക്കും പോലെ ദേവനെ നോക്കി നിന്നു. പെട്ടെന്നാണ് ഓഫീസ് ക്യാബിൻ ഡോർ തള്ളി തുറന്നുകൊണ്ട് കാറ്റുപോലെ രൂപ അകത്തേക്ക് പാഞ്ഞു കയറിയത്. കയറിയ മാത്രയിൽ തന്നെ അവിടമാകെ ഒരു പെർഫ്യൂം സുഗന്ധം പരക്കെ പരന്നിരുന്നു. വൈര്യൻ രുദ്രദേവ് വർമ്മ. വിശ്വനാഥൻ. അതൊരു അലർച്ചയായിരുന്നു. കാറ്റുപോലെ പാഞ്ഞു വന്നതിന്റെ പുറകെ ഓടിപ്പിടഞ്ഞു വന്ന മാനേജർ ജയറാമും 2 ഗാർഡ്സും അപ്പോഴേക്ക് അകത്തേക്ക് കയറിയിരുന്നു. ഇവളാ സർ. മുകേഷിന്റെ ഒപ്പം നിൽക്കുന്ന ഏകയെ ചൂണ്ടിക്കാട്ടി ജയറാം പറയുമ്പോൾ മുഖം പോലും നോക്കാതെ ഏകയുടെ കയ്യിൽ കടന്നു പിടിച്ച് അവൾ വലിച്ച് മുന്നിൽ നിർത്തി. അവളുടെ ഇരുകവളിലും മാറി മാറി വൈര്യൻ ആഞ്ഞടിച്ചു. ആദ്യത്തെ അടിയിൽ പുറകിലേക്ക് വേച്ചു പോയ ഏകയുടെ വലതയിലെ പിടിവിടാതെ തന്നെ ഒരിക്കൽ കൂടി അവളെ പിടിച്ചു വലിച്ച് അടുത്തടിയും കൊടുക്കുമ്പോൾ അവൻ കൈയുടെ പിടിവിട്ടിരുന്നു. ആ നിമിഷം തന്നെ അവൾ ഒരു വശത്തേക്ക് തെറിച്ചു വീണു. വീഴുമ്പോൾ അവളുടെ നെറ്റി ക്യാബിന്റെ ടേബിൾ ശക്തിയായി പോയി ഇടിച്ചു. ഋതുമാതിരി ഏകക്കടുത്തേക്ക് ഓടാൻ തുടങ്ങിയവേ വൈര്യൻ അവിടെ നിന്ന് കൈ ഉയർത്തി അലറി, മൂവ് ബാക്ക്. ഋതുവാദ്രിയും അവിടെ തന്നെ തറഞ്ഞിന്ന് പോയി. ഐഷു ആദ്യമേ നിന്നെടുത്തുനിന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. ദേവനും വാമികയും അഞ്ജലിയും ആ നിമിഷം തന്നെ ഇരിക്കുന്നിടത്തുനിന്ന് ചാടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. നിലത്തിന്നും പതി എഴുന്നേറ്റ് വേഗ. നെറ്റി ടാബ്ലറ്റ് ഫലമെന്നോണം നെറ്റിയുടെ ഇടത്തയറ്റം ചെറുതായി പൊട്ടി ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. തലയിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആൾക്ക് വല്ലാതെ തലകറങ്ങും പോലെ തോന്നി. എങ്കിലും ഒരു കാരണവുമില്ലാതെ തന്നെ ആക്രമിച്ചവനെ നേടാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. അല്പം മുന്നിലേക്ക് നടന്നു വന്ന് അവൾ അവനെ മൊത്തത്തിലൊന്ന് നോക്കി. ആയുധങ്ങളൊന്നും തന്നെ കയ്യിലില്ല. നന്നേ ഉയരമുള്ള രൂപം, വലിയ ഉറച്ച ശരീരം, ഒരു നേവി ബ്ലൂ ഹൂഡിയും ബ്ലാക്ക് കളർ ജീൻസും ബ്ലാക്ക് ഷൂവുമാണ് വേഷം. കണ്ണിൽ സൺഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഒരു ബ്ലാക്ക് കളർ ഫേസ് മാസ്ക് ധരിച്ചിട്ടുണ്ട്. അവളുടെ നോട്ടം അവന് നേരെ ഒന്ന് കൂർത്ത നിമിഷം തന്നെ അവൻ സൺഗ്ലാസ് ഊരി മാറ്റി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.